ഹായ്, ഞാൻ ദീപ. ഇന്ന് ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ എന്താണ്, പിള്ളേരുടെ ടൈമിങ്ങും ഒക്കെ രണ്ടായിട്ടാണ് വരുന്നത്. ഒരാൾക്ക് രാവിലെ 7 മണിക്ക് പോകണം, മറ്റേ ആൾക്ക് 8:45 ഒക്കെ ആകുമ്പോൾ പോയാൽ മതി. എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ എന്താണ്, കുറച്ചും കൂടെ മീൽ പ്രിപ്പ് കുറച്ച് എന്താണ് സ്ട്രോങ് ആയിട്ട് ചെയ്തൊരു വീക്കാണ്. അപ്പോൾ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നിയുണ്ട്. ആ പുതിയ ഐഡിയാസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ മീൽ പ്രിപ്പ് പല രീതിയിൽ പല വിധത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് അതെന്താ ചെയ്തതെന്നൊന്നും പറയാൻ പോകുന്നില്ല. എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ളത് നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലേക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച രാത്രിയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ആയിട്ട് പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തു വെച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എനിക്ക് രാവിലെ 7 മണിക്ക് മൂത്തയാൾക്ക് പോകണം. അപ്പോൾ അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഇടയ്ക്ക് കൊടുത്താൽ മതി. കാരണം അവൾ 2:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. സോ അന്നേരെ അവൾക്ക് ലഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. അവരുടെ സ്കൂളിൽ അങ്ങനെ ലഞ്ച് കഴിക്കാൻ ടൈമൊന്നുമില്ല. അല്ല പിന്നെ തിരിച്ച് ബസ്സിൽ വരുന്ന സമയത്ത് ഇരുന്ന് ലഞ്ച് കഴിക്കണം. അപ്പോൾ അതവൾക്ക് താല്പര്യമില്ല. സോ ലഞ്ച് രാവിലെ അവൾക്ക് കൊടുക്കണ്ട. ഇളയാൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവൾ ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത്. സോ അതും എളുപ്പമാണ്. പിന്നെ സമാധാനത്തിൽ നമുക്ക് ചോറും കറികളൊക്കെ വെച്ചാൽ മതി. എങ്കിൽ പോലും രാവിലെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണം. എനിക്കൊരു 7:30-ക്കെങ്കിലും കാര്യങ്ങൾ 7:30, 8 മണിക്കുള്ളിൽ കാര്യങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സസൈസ് മുടങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ കയ്യിലോട്ടൊക്കെ പെയിൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എക്സസൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാം ഒന്ന് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ള് ചെയ്ത് ക്ഷീണിച്ച് അതേ വേഷത്തിൽ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്യാതെ ചെയ്യുന്ന വീഡിയോ ആണ്. ഡോണ്ട് മൈൻഡ് ദാറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പണി പ്ലാനിങ് ആണ്. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ശനിയാഴ്ച ഞായറാഴ്ച എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓരോ ചെറിയ പോർഷൻസായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പച്ചക്കറി ഞാൻ ചെന്നപ്പോൾ കിട്ടിയത് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ മീൽ പ്രിപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ കിട്ടിയ ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഞാനൊരു ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എന്ത് വേണം എന്ന് ആലോചിക്കേണ്ട. പിന്നെ ഇവിടെ ഇളയവൾക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലി സാമ്പാർ കോമ്പിനേഷനാണ്. അപ്പോൾ അതൊരു 3 ദിവസത്തേക്ക് അതുണ്ടാവും എന്തായാലും. ഉച്ചയ്ക്ക് കൊടുത്തു വിടാൻ എനിക്ക് എളുപ്പം അതാണ്. അപ്പോൾ ഇഡ്ഡലിയാണ് നമ്മുടെ ഇവിടുത്തെ ദേശീയ ഭക്ഷണം. ഓക്കെ. പക്ഷേ മൂത്തവർക്ക് ദോശയും ചമ്മന്തിയാണ് താല്പര്യം. അതും മുട്ട ദോശ തന്നെ വേണം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തു വെച്ചേക്കുന്നത്, എല്ലാ ദിവസവും നമുക്ക് ചമ്മന്തി അരയ്ക്കാനൊന്നും ഒക്കത്തില്ല. അതിന് വേണ്ടി എന്താ ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണൊരു ജസ്റ്റ് ഒരു പ്ലാന്. ചിലപ്പോൾ ഇതൊന്ന് വ്യത്യാസം വരും കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചി മീനൊക്കെ ശനി ഞായർ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ദിവസം ഇതൊന്നും വെക്കാൻ പോകാറില്ല. അല്ലെങ്കിൽ എനിക്ക് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന, ഞാൻ ലുലുവിലെങ്ങാനും പോവാന്നേന്ന് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചിട്ടത് ചെയ്യും. ഇത്തവണ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ചമ്മന്തിയുടെ മിക്സാണ്. അതായത് നമ്മൾ ചമ്മന്തി അരച്ച് കുറച്ചധികം പോർഷനായിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. സോ ദാറ്റ് ഇച്ചിരി എടുത്ത് കടുക് താളിച്ച് കഴിഞ്ഞാൽ ചമ്മന്തിയായി. കാരണം ഒരാൾക്ക് മാത്രമായിട്ടാണ് നമുക്ക് ചമ്മന്തി ഇവിടെ വേണ്ടത്. അല്ലാതെ എല്ലാവർക്കും ചമ്മന്തിയുടെ ആവശ്യമില്ല. എല്ലാവരും സാമ്പാറുണ്ട് തൃപ്തരാണ്. സോ അങ്ങനെ. പിന്നെ തീയലിൻ്റെ മിക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ തേങ്ങ വറുത്ത് അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടില്ല കേട്ടോ, വറുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് തീയലിൻ്റെ മിക്സ്. പിന്നെ ബേസ് ഗ്രേവി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി സവോളയുടെ മസാലയൊക്കെ ഇട്ടുള്ള ബേസ് ഗ്രേവി ഉണ്ടല്ലോ, അത് പ്രിപ്പയർ ചെയ്ത് ഐസ് ക്യൂബ് ട്രെയിലാക്കി വെച്ചിട്ടുണ്ട്. തോരൻ മിക്സ് നമ്മൾ ചമ്മന്തി അല്ലല്ലോ, തേങ്ങായും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും മറ്റേ ജീരകമൊക്കെ ഇട്ട് നമ്മൾ ഏത് തോരന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സ് ഉണ്ടാക്കുമല്ലോ, കോക്കനട്ടിൻ്റെ മിക്സ്, അതൊരു 3-4 പോർഷൻ അതും ഞാൻ ക്യൂബ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ്. അത് മോസ്റ്റ്ലി നടക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇതെൻ്റെ അനിയത്തി അവിടെ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതൊന്ന് അനിയത്തി ഓസ്ട്രേലിയയിലാണ്, അവൾ അവിടെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടതുകൊണ്ട് എനിക്കൊരു ഐഡിയ തോന്നി ഞാൻ ചെയ്തു വെച്ചതാണ്. പിന്നെ കടല ഞാൻ സാധാരണ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട്
നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുവാണ് ചെയ്യുന്നത്. ഇത് ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് പോർഷൻ വീതം കടല, പയർ, വൻപയറെല്ലാം ഒന്ന് വേവിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രിഡ്ജിലും കുറച്ച് ഫ്രീസറിലും ആയിട്ട്. അത് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളത് നോക്കാം. പിന്നെ ഇത്രയും സാധനങ്ങളാണ് അരിഞ്ഞു വെച്ചേക്കുന്ന സംഭവങ്ങൾ. പിന്നെ സാമ്പാർ പൊടി, ഇവിടെ സാമ്പാർ എപ്പോഴും വേണ്ടതുകൊണ്ട് സാമ്പാർ പൊടി ഒരു 3 പോർഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ മുളകും മല്ലിയും പിന്നെ ഉലുവാക്കായം, പിന്നെ അല്ലാതെ സാമ്പാർ പൊടിയായിട്ടല്ല ഞാൻ വാങ്ങിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഉലുവാക്കായം പിന്നെ മഞ്ഞളും കുരുമുളകും, ഇത്രയുമാണ് സാമ്പാർ പൊടി. അതും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രീസറാണ്. ഇവിടെ കൂടുതലും പൊടികളാണ് കേട്ടോ. ഉലുവ, മറ്റേ ഗരം മസാല പൊടിച്ചതൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് ഗ്രീൻ പീസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന തന്നെയാണ്. ഓക്കെ, അല്ലാതുള്ള പൊടികളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. പിന്നെ വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബേസ് ഗ്രേവി ഞാൻ പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞത്. തുറന്ന് കാണിക്കുന്നില്ല, അതായത് തക്കാളിയും സവോളയും തുറന്ന് കാണിക്കാം അല്ലേ. ഇതാ തക്കാളിയും സവോളയും കൂടെ വഴറ്റിയിട്ട് നമ്മൾ എല്ലാ മുട്ടക്കറിക്കും കടലയ്ക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഗ്രേവി ഇല്ലേ, ആ ഗ്രേവി ഉണ്ടാക്കി ഇതുപോലെ രണ്ട് ഐസ് ക്യൂബ് ട്രെയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലോണം കാണും. സെയിം വേ വേറൊരു ഐസ് ക്യൂബ് ട്രെയിനകത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോക്കനട്ട് മിക്സാണ്, തോരന് വേണ്ടിയിട്ടുള്ള കോക്കനട്ട് മിക്സാണിത്. പിന്നെ വന്നിട്ട് 2 പോർഷൻ ഞാൻ ഇത് വൻപയർ ഒന്ന് വേവിച്ച് വെച്ചേക്കുന്നതാണ്, ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. ആവശ്യമുള്ളപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം എന്ന് കരുതിയിട്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കടലയും, ഇത് കടല മാത്രമേ ഉള്ളൂ, വൻപയർ ഞാൻ തീർത്തു. കടല ഞാൻ വെള്ളത്തിലിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്തേച്ച് ഫ്രീസറിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ പുറത്തെടുത്ത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ട മാറി കിട്ടും. അപ്പോൾ ആവശ്യത്തിനെടുത്ത് നമുക്ക് വേവിക്കാം. അപ്പോൾ അങ്ങനെ കടല വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ, ഇതൊരു 10 മാങ്ങയുടെ പീസസാണ്. അത് പഴമാങ്ങയില്ലേ, സീസൺ ടൈമിൽ കുറേ അധികം കിട്ടിയപ്പോൾ കുറച്ചൊന്നെടുത്ത് ഫ്രീസറിലാക്കി വെച്ചതാണ്, എങ്ങനെ വരും എന്ന് നോക്കാനായിട്ട്. പിന്നെ വന്നിട്ട് ഇത് കടല വേവിച്ചതാണ്. സെയിം ഇതും വൻപയർ. അപ്പോൾ നേരെ മുകളിൽ കണ്ടത് പയറാണ് കേട്ടോ, ചെറുപയറാണ്, ഹാഫ് ബോയിൽഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് തീയലിൻ്റെ മിക്സാണ്, പൊടിയാണ്. ഓക്കെ, ഇത് പൊടിയായിട്ട് തന്നെയുള്ളത് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇനി എപ്പോഴും നമ്മളിവിടെ തീയൽ അത്ര പ്രിഫർ ചെയ്യുന്നതല്ല, പക്ഷേ എനിക്ക് ഭയങ്കര കൊതിയാണ്. അപ്പോൾ ഇച്ചിരി എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് വൻപയറാണ് കേട്ടോ, വൻപയറും തേങ്ങയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രീസറിൻ്റെ കാര്യം. അപ്പോൾ ഇനി ഫ്രിഡ്ജ് നോക്കാം. ഇവിടെ ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഇപ്പോൾ അരയ്ക്കാറില്ല കേട്ടോ, ഇതുപോലെ കുപ്പിയിൽ വാങ്ങിക്കാറേ ഉള്ളൂ. എനിക്കത് മെനക്കെടാനായിട്ട് ഇപ്പോൾ വയ്യ എന്നുള്ളതാണ്. സോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ അന്നയുടെ സംഭവങ്ങളാണ്. അന്നയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ അതിന് പറയുന്നത്, സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനുള്ള അവൾ തന്നെ ഉണ്ടാക്കിക്കോളും. പിന്നെ ചീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് അവളുടെ പരിപാടികളാണ് ഇതെല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞ ചമ്മന്തി. ചമ്മന്തിക്ക് ഞാൻ അരച്ചിട്ട്, അതായത് തേങ്ങാ ചമ്മന്തി ഇല്ലേ, നമ്മുടെ ദോശയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന തേങ്ങാ ചമ്മന്തി അരച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അപ്പോൾ എന്തുവാ, ഒരു 2 സ്പൂൺ മതി. പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന്ന് ഒരു 2-3 സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് പെട്ടെന്നൊന്ന് താളിച്ചെടുത്താൽ അവക്കുള്ള ചമ്മന്തി ആയല്ലോ. സെയിം വേ ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നത് ഇതിലും ആക്കി വെച്ചിട്ടുണ്ട് നാളെ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് തോരൻ മിക്സാണ്. ഇത് ഫ്രീസ് ചെയ്യാത്ത കുറച്ച് തോരൻ മിക്സ് കണ്ടോ. ഇത് വൻപയർ വേവിച്ചത്, അതുപോലെ തന്നെ കുറച്ച് പയർ വേവിച്ചതും. ഓക്കെ, ഇതൊക്കെ ഓരോ പോർഷൻ കണക്കാക്കി അങ്ങ് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇനി ചമ്മന്തിയുടേത് കാണിക്കണമെങ്കിൽ
ഇതാ ഇത് ഞാൻ ഇടയ്ക്കൊരു അത്യാവശ്യം വന്നപ്പോൾ പുറത്തുനിന്ന് മേടിച്ചതാണ്. അതായത് പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി ഇല്ലേ, അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചപ്പാത്തി റോളോ എല്ലാം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അത് ഉണ്ട്. ഞാൻ പരത്തി വെച്ച് ശ്രമിച്ച് നോക്കിയായിരുന്നു, പക്ഷേ അത് എൻ്റെത് ഫ്ലോപ്പായിപ്പോയി. ഞാൻ ഇങ്ങനെ ചപ്പാത്തി പരത്തിയിട്ട് ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ അത് നടന്നില്ല കേട്ടോ. ഇത് കുറച്ച് തേങ്ങയാണ്. ഇത് ഇങ്ങനെ ക്യൂബ്സാക്കി ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ കൂടുതലും സാമ്പാറിനും കുറുമക്കറിക്കും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി തോരനായിട്ട് വേണമെങ്കിൽ അപ്പം എടുത്തൊന്ന് ക്രഷ് ചെയ്ത പരിപാടി തീർന്നു. പിന്നെ ഉള്ളത് ഇത് കടല വേവിച്ചത്. ഇതെന്തുവായിരുന്നു, ഇത് ഏത്തയ്ക്കയാണ്. ഏത്തയ്ക്ക മെഴുക്കുരട്ടിക്കോ തോരനോ ഒക്കെ ആയിട്ട് അരിഞ്ഞ് വെച്ചേക്കണം. പിന്നെയും തേങ്ങയൊക്കെ തന്നെയാണ് പിന്നെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ഒടിയൻ പയർ. ഇത് കഴിഞ്ഞ ആഴ്ചത്തേൻ്റെ മിച്ചം വന്നു. അപ്പോൾ ഇതൊക്കെ ഹെൽത്തി ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഇതൊക്കെ ചെയ്യാനേ വേറെ വകുപ്പില്ല എന്നുള്ളതാണ്. ഇത് കുറച്ച് ബീട്രൂട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് വേണേൽ തോരനാക്കാം, അല്ലെങ്കിൽ മെഴുക്കുരുട്ടിക്കാക്കാം. ഇത് കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്നത്, എല്ലാം കഴുകി അരിഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് കുറച്ച് കോവയ്ക്ക. ഇത് കോവയ്ക്കയാണ്. കുറച്ചധികം നല്ല കോവയ്ക്ക കിട്ടിയപ്പോൾ ഇവിടെ കോവയ്ക്ക മെഴുക്കുരട്ടിയാണ് സാധാരണ വയ്ക്കുന്നത്. കോവയ്ക്ക. പിന്നെ ഇത് നേരത്തെ ദോശമാവ്. പിന്നെ ഇത് ഈ 2 പാത്രത്തിൽ നമ്മൾ ദോശമാവ് അരച്ച് വെച്ചേക്കുന്നത്. അല്ലാണ്ട് 2 പാത്രത്തിൽ അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കറി പോലെ തന്നെ കഴിക്കുന്ന 2 സാധനങ്ങളാണ് അച്ചാർ. മാങ്ങ അച്ചാറും നെല്ലിക്ക അച്ചാറും. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചത്തെ മീൽ പ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ക്ലീനിങ് ഒക്കെ ഇനി കിടപ്പുണ്ട്. അപ്പോൾ മീൽ പ്രിപ്പ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഓൾറെഡി ഞാൻ ഇതിന് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം ചെയ്തത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എൻ്റെ പ്രശ്നം രാവിലെ 7 മണി 7:30-ക്കുള്ളിൽ എനിക്ക് പണി തീർക്കണം. അപ്പം ഞാൻ എണീക്കുന്ന 5:45-നാണ്. 5:45-ന് എണീറ്റ് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഒന്ന്, കാരണം 2 പേർക്കും ലഞ്ച് വലിയ പ്രശ്നമില്ല, എങ്കിൽ പോലും എനിക്ക് വർക്കിന് കയറേണ്ടത് കൊണ്ടും ഉഴപ്പാക്കാൻ പാടില്ലാത്തത് കൊണ്ടും എനിക്കൊരു 7:30-ക്ക് 8 മണിക്കെങ്കിലും എല്ലാം തീർക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പണി ചെയ്യാം. പിന്നെ ഞാൻ രാത്രി 9 മണിയൊക്കെ ആവും എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട് വൈകിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് കാണും, ഒരു ഐഡിയ കിട്ടിക്കാണും. കാരണം ഞാൻ ഓരോ പ്രാവശ്യവും എനിക്കിങ്ങനെ എന്നാ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ കയറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം പോയി നോക്കുന്ന എന്തെങ്കിലും മീൽ പ്രിപ്പ് ഐഡിയാസ് ഇൻ മലയാളം. കാരണം നമുക്ക് മലയാളം തപ്പിയാലാണല്ലോ നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടുന്നത്. അല്ല പിന്നെ ഹിന്ദിക്കാരുടെ നമുക്കതങ്ങോട്ട് ദഹിക്കില്ല. സോ ഇതാണ് ചെയ്യുന്നത്. ഇനി പിള്ളേർക്ക് എങ്ങനെയാണ് കൊടുത്തു വിടുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇഡ്ഡലി സാമ്പാറാണ് ഇളയാൾക്ക്. അത് തന്നെയാണ് ഇവിടെ എല്ലാവരും രാവിലെയും കഴിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസവും ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും. എളുപ്പമാണ് ഉണ്ടാക്കാൻ. സാമ്പാറാണേലും പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. പരിപ്പും എല്ലാ ഇതൊന്നും ഇല്ല. നമ്മൾ ആകപ്പാടെ കിഴങ്ങ്, ക്യാരറ്റ്, സവോള, തക്കാളി ഇത്രയും മാത്രമേ ഇടാറുള്ളൂ സാമ്പാറിനകത്ത്. അപ്പോൾ അത് പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒരു 2-3 വിസിൽ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, താളിക്കുക, തീർന്നു. സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഇഡ്ഡലി ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അപ്പം തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കും. 2 തട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യം തീർന്നു. ഇവിടെ എല്ലാവരും വളരെ ലിമിറ്റഡ് ആയിട്ടാണ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. ചോറ് മാത്രമേ കൂടുതൽ കഴിപ്പുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ മറ്റവർക്ക് ചമ്മന്തിയും മുട്ടദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവളങ്ങ് പൊക്കോളും.
പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇടനേരത്ത് കഴിക്കാനായിട്ട് വല്ല ഫ്രൂട്ട്സ് വല്ല അരിഞ്ഞ് കൊടുക്കുമോ, അതുമല്ലേ വല്ല ബ്രെഡ് ടോസ്റ്റ്, അവൽ നനച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ തലേന്ന് വൈകിട്ടൊന്ന് സെറ്റാക്കി വെക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. തലേന്ന് ചെയ്ത് വയ്ക്കാം. ഈ സ്നാക്സൊക്കെ എങ്ങനെയാണ് നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്നത്, അതുകൊണ്ട് അത് മാത്രം തലേന്ന് ഒരു 9 മണിക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമോ, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ സെറ്റ് ചെയ്യാൻ പാകത്തിന് എല്ലാം ഒന്ന് സെറ്റാക്കുമോ എല്ലാം ചെയ്താൽ മതി. അവൽ നനയ്ക്കാനാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ വേയിലൊന്നും അല്ല, അവലും പിന്നെ ഇവിടെ നമ്മൾ ശർക്കര പൊടി വാങ്ങിക്കാൻ കിട്ടില്ലേ ഇപ്പോൾ, അത് ഇച്ചിരി റേറ്റ് കൂടുതലാണ് എങ്കിൽ പോലും നല്ലതാണ് ശർക്കരയുടെ പൊടി. ഇതിവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാണെങ്കിൽ ജാഗറി പൗഡർ, ഇതും അവലും പിന്നെ തേങ്ങ നമുക്ക് ഫ്രിഡ്ജിലുണ്ട്, അതും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അവൽ ചെയ്യാം. അപ്പോൾ ശനി ഞായറത്തെ 2 ദിവസത്തെ കുറച്ച് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ രാവിലെ ചോറുണ്ടാക്കുന്നു, ചോറ് കുക്കറിലാണ് വയ്ക്കുന്നത്, അത് പെട്ടെന്നായിക്കോളും, ഒരു 20 മിനിറ്റത്തെ കാര്യമുള്ളൂ. പിന്നെ കറികൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ചടുപടേ എന്ന് പറഞ്ഞുകൊണ്ട് കറികളും റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ കുറച്ച് ബ്രെഡും ഏത്തപ്പഴവും ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കും. അപ്പം ഇനി പിള്ളേർക്ക് വൈകിട്ട് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഈ ക്യൂബ്സാക്കി വെച്ചേക്കുന്ന മറ്റേ ഗ്രേവി ഉണ്ടല്ലോ, ബേസ് ഗ്രേവി, അത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇച്ചിരി കടലയോ വല്ല മുട്ടക്കറിയോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അപ്പവും ദോശയുടെ മാവൊക്കെ ഫ്രിഡ്ജിലുണ്ട്, പെട്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി കൊടുക്കാം. ഇനി സാമ്പാർ ഉണ്ടാക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഈ പച്ചക്കറി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇച്ചിരി വീതമാണ് സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ ഒരു 3 ദിവസം വരെ അതൊക്കെ ഇരുന്നോളും കേട്ടോ. അപ്പം ഈ പൊടി ഉണ്ടെങ്കിൽ അപ്പം താളിച്ചാൽ മതിയല്ലോ, അങ്ങനെ ചെയ്യാം. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഫ്രഷായിട്ട് ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് വീട്ടിലും ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്കൂളിൽ ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് രാവിലെ ഈ പല സമയത്ത് പിള്ളേരെ വിടണം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 3:30 ആകുമ്പം ഒരാളെ വിളിക്കണം. അയാൾക്ക് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മളുടെ കെയർ എത്തില്ല എന്ന് തോന്നുന്നുണ്ട്. അതുമല്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ട്യൂഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സോ ട്യൂഷന് കൊണ്ടുവിടണം. പിന്നെ ഒരു 6:30 ആകുമ്പോൾ അവളെ വിളിക്കണം. മറ്റേ ആൾക്കും അടുത്ത ആൾക്കും ട്യൂഷനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ വൈകിട്ടൊരു ചായ കൊടുത്ത് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടേതായ പണികളിൽ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കുറച്ച് നടന്നോളും. പക്ഷേ ഇനിയിപ്പം ട്യൂഷന് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും വൈകിട്ടും കൊടുക്കേണ്ടി വരും. അതെൻ്റെ ഒരു ഗതികേടായിപ്പോയി. എനിക്ക് ഭയങ്കര മടിയാണ് അടുക്കളയിൽ കയറാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണമല്ലോ വിയർക്കുന്നു. അപ്പം ഇപ്പോൾ സമയം അറൗണ്ട് 8:30 ആയി. ഇനിയിപ്പം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യണം, കിടക്കണം. നാളെ തൊട്ട് അടുത്ത ഒരു വീക്കിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി, നിങ്ങൾക്കും ഐഡിയ കിട്ടുമെന്ന് കരുതി അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.